തൃശൂർ മാളയിൽ 35 ദിവസം മാത്രം പ്രായമുള്ള കുഞ്ഞിന് മരുന്ന് മാറി നൽകി. അപകടനില തരണം ചെയ്തുവെങ്കിലും കുഞ്ഞിപ്പോഴും തീവ്രപരിചരണ വിഭാഗത്തിലാണ്. കോൺഗ്രസ് ഭരിക്കുന്ന മാള ടൗൺ കോഓപ്പറേറ്റീവ് ബാങ്കിന് കീഴിൽ പ്രവർത്തിക്കുന്ന നീതി മെഡിക്കൽ സ്റ്റോറിൽ നിന്നാണ് മരുന്ന് മാറി നൽകിയത്. മാള സ്വദേശി മാനാത്ത് വീട്ടിൽ മനു ആദ്രിക ദമ്പതികളുടെ 35 ദിവസം മാത്രം പ്രായമുള്ള കുഞ്ഞിനാണ് മരുന്ന് മാറി നൽകിയത്. കഴിഞ്ഞ ദിവസം പനി വന്നതിനെ തുടർന്ന് കുഞ്ഞിനെ ഡോക്ടറുടെ വീട്ടിൽ കൊണ്ടുപോയി കാണിച്ചിരുന്നു. എന്നാൽ ഡോക്ടർ കുറിച്ച് നൽകിയ പ്രോബയോട്ടിക്കിന് പകരം മുതിർന്നവർക്ക് നെബുലൈസർ വഴി നൽകുന്ന മരുന്നാണ് നീതി മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് കുഞ്ഞിന് നൽകിയത്. മരുന്ന് നൽകിയതോടെ കുഞ്ഞ് നിർത്താതെ കരയുകയും വിറയ്ക്കുകയും ചെയ്തിരുന്നു. തുടർന്നാണ് എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിലേക്ക് കുഞ്ഞിനെ പ്രവേശിപ്പിച്ചത്. സംഭവത്തിൽ മരുന്ന് നൽകിയത് താനല്ലെന്ന് ഫാർമസിസ്റ്റ് കുഞ്ഞിന്റെ അമ്മയോട് ഫോണിൽ സംസാരിക്കുന്നതിന്റെ ശബ്ദരേഖ പുറത്തു വന്നു. ഹലോ ഹലോ പറഞ്ഞ കുട്ടിയുടെ അമ്മയാണോ? ഹലോ, ആര്യ മാഡത്തിനെ കണ്ടിട്ടുണ്ടായിരുന്നോ? കേൾക്കുന്നുണ്ടോ? ഹലോ ഹലോ ഹലോ, ഞാൻ നീതിയിലെ സ്റ്റാഫാ. കേൾക്കുന്നുണ്ടോ പറയുന്നത്? ഞാൻ നീതിയിലെ സ്റ്റാഫാണ് ചേച്ചി. ഞാനല്ല, ഞാൻ അവിടുത്തെ ഫാർമസിസ്റ്റ് ആണ്. എന്റെ അടുത്ത് ഞാൻ സ്ഥലത്ത് തന്നെ ഉണ്ടായില്ല. ഞാനിപ്പോ വീട്ടിലെത്തിയപ്പോഴാണ് അവര് വിളിച്ച് പറഞ്ഞത് ഇങ്ങനെ പറ്റിയിട്ടുണ്ടെന്ന്. മാഡം വിളിച്ചിട്ടുണ്ടായിരുന്നോ? 35 ദിവസമായിട്ടുള്ളൂ. എനിക്ക് മനസ്സിലായി. ആർക്കായാലും ബുദ്ധിമുട്ട്. നിങ്ങൾ ഹോസ്പിറ്റലിലേക്ക് പോവാണോ ഇപ്പോ? ഹലോ, ആരാണ് കുഞ്ഞിന് മരുന്ന് മാറി നൽകിയതെന്ന് കൃത്യമായി കണ്ടെത്തണമെന്നാണ് കുടുംബത്തിന്റെ ആവശ്യം. മാള പോലീസ് സ്റ്റേഷനിൽ കുടുംബം പരാതി നൽകിയിട്ടുണ്ടെങ്കിലും പോലീസ് ഇതുവരെ കേസെടുത്തിട്ടില്ല. സംഭവത്തിന് ശേഷം ബാങ്ക് സെക്രട്ടറി ഉൾപ്പെടെയുള്ള കോൺഗ്രസ് അധികൃതർ സ്വാധീനിക്കുവാൻ ശ്രമിച്ചെന്നും കുഞ്ഞിന്റെ പിതാവ് മനു ആരോപിക്കുന്നു. കൈരളി ന്യൂസ്, തൃശൂർ.